നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. ഏറെക്കാലമായി നടനും തമിഴ്നാട് മുഖ്യമന്ത്രിയുമായ വിജയുടെ ഭാര്യ സംഗീത സ്വർണ്ണലിംഗവും തമ്മിലുള്ള ബന്ധം അത്ര രസകരമല്ല എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ സജീവ ചർച്ചകൾ നിലനിന്നിരുന്നു. വിജയ്ക്ക് അദ്ദേഹത്തോടൊപ്പം വളരെ വർഷങ്ങളായി അഭിനയിക്കുന്ന നായക നടിയുമായി അടുപ്പമുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളായിരുന്നു പ്രചരിച്ചിരുന്നത്. ഇതിനൊന്നും എവിടെയും സ്ഥിരീകരണം ലഭിച്ചിരുന്നില്ല എങ്കിൽ പോലും വിജയുടെ ഭാര്യ സംഗീത സ്വർണ്ണലിംഗം നൽകിയ വിവാഹമോചന ഹർജി കാര്യങ്ങൾക്ക് വ്യക്തത വരുത്തുന്നതായിരുന്നു. നീണ്ട 25 വർഷത്തെ വിവാഹബന്ധത്തിന് ശേഷമാണ് സംഗീത സ്വർണ്ണലിംഗം വിവാഹമോചനത്തിന് മുതിർന്നത്. 1999 ഓഗസ്റ്റ് മാസത്തിലാണ് വിജയ് ശ്രീലങ്കയിൽ വൻകിട ബിസിനസ് നടത്തുന്ന സംരംഭകന്റെ മകളായ സംഗീതയെ വിവാഹം ചെയ്യുന്നത്. ഒരു നടിയുമായി വിജയ്ക്ക് വിവാഹിതര ബന്ധം തുടരുന്നു എന്നതാണ് സംഗീതയുടെ ആരോപണം. ഇതും ഈ ബന്ധം സംഗീത കൈയോടെ പൊക്കിയിട്ടും വർഷങ്ങൾ പലതായി എന്നുകൂടി ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. 2021 സംഗീത ഈ ബന്ധം കണ്ടുപിടിക്കുന്നത്. ഈ കണ്ടെത്തൽ ഭർത്താവിൽ നിന്നും നിയമപരമായി അകലാനുള്ള തീരുമാനം കൈക്കൊള്ളുവാൻ ഇവർക്ക് ഹേതുവായി എന്നതാണ് അറിയപ്പെടുന്നത്. കണ്ടുപിടിച്ചതും അവിഹിത ബന്ധം അവസാനിപ്പിക്കും എന്ന് ഭാര്യയ്ക്ക് ഉറപ്പ് നൽകിയിട്ടും വിജയ് വാക്ക് പാലിച്ചില്ല എന്നും ഭാര്യ ആരോപിക്കുന്നുണ്ട്. കേസ് പരിഗണിക്കുന്നതിനായി നൽകിയ ദിവസം ഇന്നായിരിക്കെ ഈ വിഷയം ഇപ്പോൾ ഏറെ ചർച്ചയായി മാറിയിരിക്കുകയാണ്. നേരത്തെ ജൂൺ 15 കേസ് പരിഗണിച്ചിരുന്നുവെങ്കിലും വിജയും സംഗീതയും ഹാജരായിരുന്നില്ല. ഇതേ തുടർന്ന് വീണ്ടും കേസ് പരിഗണിക്കാൻ മാറ്റിവെക്കുകയായിരുന്നു. ഇതിനിടയിൽ വിജയുടെ കുടുംബം ഇടപെട്ട് പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്ന തരത്തിലും റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഭാര്യ സംഗീത നൽകിയ വിവാഹമോചന നോട്ടീസ് കോടതി ഒത്തുതീർപ്പാക്കുവാൻ ശ്രമിച്ചുവെന്നും സംഗീതയ്ക്കും മക്കൾക്കും 240 കോടി രൂപ ജീവനാംശം നൽകുവാൻ വിജയ് ഒരുക്കമാണെന്നുമുള്ള റിപ്പോർട്ടുകളും വന്നിരുന്നു. ഇതിനിടയിൽ ചെന്നൈയിൽ സ്വകാര്യ ചടങ്ങിൽ വിജയ് നടി തൃഷയ്ക്കൊപ്പം പങ്കെടുത്തതും വാർത്തയായി തീർന്നിരുന്നു. വിജയ്ക്ക് ഒരു നടിയുമായി വിവാഹിതര ബന്ധമുണ്ടെന്നും തന്നെ മാനസികമായി പീഡിപ്പിച്ചുവെന്നും ഭാര്യ വിവാഹമോചന കോടതിയിൽ പറയുന്നുണ്ട്. വിജയ്ക്ക് ഒരു നടിയുമായി വിവാഹേതര ബന്ധമുണ്ടെന്നും തന്നെ മാനസികമായി പീഡിപ്പിച്ചു എന്നുമാണ് ഭാര്യ വിവാഹമോചന നോട്ടീസിൽ അറിയിച്ചിരിക്കുന്നത്. 2021 മുതൽ ഒരു നടിയുമായി വിജയ്ക്ക് വിവാഹേതര ബന്ധമുണ്ടെന്നും വിലക്കിയിട്ടും തുടർന്നുവെന്നും ഹർജിയിൽ ആരോപിക്കുന്നുണ്ട്. നടിയുമായുള്ള ബന്ധം അവസാനിപ്പിക്കാമെന്ന് വാഗ്ദാനം ചെയ്തുവെങ്കിലും പാലിച്ചില്ല. ഇതോടെ താൻ മാനസികമായി തകർന്നുവെന്നാണ് 48-കാരിയായ സംഗീത പറയുന്നത്. തന്നെ പരിപൂർണമായി അവഗണിച്ചതിനാൽ 5 വർഷത്തിലേറെയായി പിരിഞ്ഞാണ് ജീവിക്കുന്നതെന്നും സംഗീത പറയുന്നുണ്ട്. വിജയ്ക്ക് നടിക്കൊപ്പം വിദേശത്ത് പോകാറുണ്ടെന്നും ഒരുമിച്ചുള്ള ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നതെന്നും അത് തനിക്കും മക്കൾക്കും അപമാനകരമായി തീരുന്നുവെന്നും പരാതിയിൽ പറയുന്നുണ്ട്. ഒത്തുതീർപ്പ് ശ്രമം പരാജയപ്പെട്ടതിൽ വിവാഹമോചനം വേണം എന്നായിരുന്നു ആവശ്യം. 1999 വിജയ് സംഗീത വിവാഹം നടന്നത്. 2 മക്കളാണ് ഇരുവർക്കുമുള്ളത്. 2025 ഡിസംബർ 23 സംഗീത വിജയ്ക്കെതിരെ ചെങ്കൽപ്പേട്ട് ജില്ലാ കോടതിയിൽ വിവാഹമോചന ഹർജി നൽകിയത്. പിന്നീട് കേസ് കുടുംബ കോടതിയിലേക്ക് മാറ്റുകയും വാദം തുടരുകയുമായിരുന്നു. ഏപ്രിൽ 20 നടന്ന വാദം കേൾക്കലിൽ പ്രമുഖ വ്യക്തിത്വങ്ങളായതിനാലും സുരക്ഷാപരമായ ആശങ്കകളും നടപടികളും ഉള്ളതിനാലും സങ്കീർണതകളും നിലനിൽക്കുന്നതിനാലും വീഡിയോ കോൺഫറൻസിംഗ് വഴി ഹാജരാകാനുള്ള അനുമതി നൽകണമെന്ന് ഇരുവിഭാഗവും അഭ്യർത്ഥിക്കുകയായിരുന്നു. എന്നാൽ വിജയ്ക്കും സംഗീതയ്ക്കും എന്ന് നേരിട്ട് ഹാജരാകാൻ സാധിക്കുമെന്ന് ജഡ്ജി അഭിഭാഷകരോട് ചോദിക്കുകയും ഓഗസ്റ്റ് മാസത്തിൽ സാധ്യമാകുമെന്ന് അവർ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്നാണ് അടുത്ത വാദം കേൾക്കുവാൻ ഇന്നത്തേക്ക് മാറ്റിവെച്ചിരുന്നത്. എന്നാൽ ഇന്ന് ഇരുവരും ഹാജരാകുമോ എന്നതിൽ ഇതുവരെയും വ്യക്തതകൾ ഒന്നും തന്നെ വന്നിട്ടില്ല. 1954 സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമാണ് സംഗീത നിയമ നടപടികൾ ആരംഭിക്കുന്നത്. ഒരു പ്രമുഖ നടിയുമായി വിജയ്ക്ക് വിവാഹേതര ബന്ധമുണ്ടെന്ന് ഹർജിയിൽ പ്രധാന ആരോപണങ്ങളിൽ പറയുന്നുണ്ട്. 2021 താൻ ഈ ബന്ധത്തെക്കുറിച്ച് അറിഞ്ഞതെന്നാണ് സംഗീത ഹർജിയിൽ വ്യക്തമാക്കുന്നത്. ഈ ബന്ധം അവസാനിപ്പിക്കാമെന്ന് വിജയ് ഉറപ്പ് നൽകിയിരുന്നുവെങ്കിലും അത് ലംഘിക്കുകയായിരുന്നുവെന്നും താരം ഇതൊരു പശ്ചാത്താപവും കൂടാതെ വീണ്ടും തുടർന്നുവെന്നും ആരോപിക്കുന്നുണ്ട്. സ്പെഷ്യൽ മാരേജ് ആക്ടിലെ സെക്ഷൻ 27(1)(a), 27(1)(d) എന്നീ വകുപ്പുകൾ പ്രകാരമാണ് ഹർജി നൽകിയിട്ടുള്ളത്. പങ്കാളിക്ക് വിവാഹേതര ബന്ധമുണ്ടാവുക, ക്രൂരമായി പെരുമാറുക തുടങ്ങിയ കാരണങ്ങളാണ് വിവാഹമോചനം തേടുവാൻ ഈ വകുപ്പുകളിൽ അനുമതി നൽകുന്നുണ്ട്. നിലവിൽ ചെന്നൈയിലെ ഡിസ്ട്രിക്ട് കോടതിയുടെ പരിഗണനയിലാണ് ഈ കേസുള്ളത്. അടുത്തിടെ രാഷ്ട്രീയ പ്രവേശനം പ്രഖ്യാപിച്ചതിനെ തുടർന്നായിരുന്നു ഈ വിവാദങ്ങളെല്ലാം പൊങ്ങി വന്നത്. സംഭവത്തിൽ തമിഴ്നാട് സിനിമാ ലോകവും ആരാധകർക്കിടയിലും വലിയ ചർച്ചകൾ നടന്നിരുന്നു. ഏറെക്കാലമായി ഇരുവരും വേർപിരിഞ്ഞാണ് താമസിക്കുന്നുള്ള റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. 1999 വിവാഹിതരായ ഇവർക്ക് ജെയ്സൺ സഞ്ജയ്, ദിവ്യ സാഷ എന്നിങ്ങനെ 2 മക്കളാണ് ഉള്ളത്. കഴിഞ്ഞ കുറച്ചു കാലമായി വിജയുടെ കുടുംബങ്ങളിൽ നിന്നും പൊതു പരിപാടികളിൽ നിന്നും സംഗീത വിട്ടുനിൽക്കുകയായിരുന്നു. ഇത് ആരാധകർക്കിടയിൽ സംശയങ്ങൾ ഉണ്ടാക്കിയിരുന്നുവെങ്കിലും
വ്യക്തതയൊന്നും തന്നെ വന്നിരുന്നില്ല. വിജയ് തന്റെ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ച് സജീവമാകുന്നതിനിടെ പുറത്തുവന്ന ഈ വിവാഹമോചന വാർത്ത രാഷ്ട്രീയ മേഖലകളിലും സിനിമാ മേഖലകളിലും വലിയ ചർച്ചകൾക്കാണ് വഴിമരുന്നിട്ടത്. സംഗീത ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ വിജയ് ഇതുവരെയും ഔദ്യോഗികമായി ഒന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല. വിവാഹത്തിന് ശേഷം പങ്കാളി മറ്റൊരു വ്യക്തിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നതിന്റെ അടിസ്ഥാനമാക്കി വിവാഹമോചനം തേടുവാൻ അനുമതി നൽകുന്ന വകുപ്പ് പ്രകാരമാണ് നടപടികൾ. ഒരു പ്രമുഖ നടിയുമായി വിജയ് വിവാഹേതര ബന്ധമുണ്ടെന്ന സംഗീതയുടെ ആരോപണം ഈ വകുപ്പിന്റെ പരിധിയിലാണ് വരുന്നത്. പങ്കാളി ശാരീരികമായോ മാനസികമായോ ക്രൂരത കാണിക്കുന്നു എന്ന് ബോധ്യപ്പെട്ടാൽ വിവാഹമോചനം അനുവദിക്കുന്ന വകുപ്പുകളാണ് ഇത്. അവിഹിത ബന്ധം തുടരുന്നതും അത് മാനസികമായി ആഘാതം ഉണ്ടാക്കുന്നതും ക്രൂരതയുടെ പരിധിയിൽ വരാവുന്നതാണ്. വിജയുടെയും സംഗീതയുടെയും ബന്ധം തുടങ്ങുന്നത് എങ്ങനെയാണ്? ചെന്നൈയിലെ ഫിലിം സിറ്റിയിൽ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗിലായിരുന്നു വിജയ്. ലണ്ടനിൽ സ്ഥിരതാമസമാക്കിയ ശ്രീലങ്കൻ തമിഴ് വ്യവസായിയുടെ മകളാണ് സംഗീത. വിജയെ കാണാൻ ലൊക്കേഷനിലെത്തി. ലണ്ടനിൽ നിന്ന് തന്നെ കാണാൻ ഒരു പെൺകുട്ടി വന്നു എന്നറിഞ്ഞ വിജയ് അല്പം അത്ഭുതത്തോടെയാണ് സംഗീതയെ സ്വീകരിച്ചത്. തന്റെ സിനിമകളെക്കുറിച്ചും അഭിനയത്തെക്കുറിച്ചും എത്രയേറെ കൃത്യതയോടെ സംസാരിച്ച സംഗീതയുടെ വാക്കുകൾ വിജയെ ആകർഷിക്കുകയായിരുന്നു. മിനിറ്റുകൾ നീണ്ട ആ സംഭാഷണം ഒരു വലിയ സൗഹൃദത്തിന് തുടക്കമിട്ടിരുന്നു. സംഗീതയുടെ ലളിതമാർന്ന പെരുമാറ്റവും സ്നേഹവും വിജയുടെ മാതാപിതാക്കളായ എസ്.എ. ചന്ദ്രശേഖരനും ശോഭയ്ക്കും വേഗത്തിൽ ഇഷ്ടപ്പെട്ടു. വിജയുടെ വീട്ടിലേക്ക് സംഗീതയെ അവർ ക്ഷണിക്കുകയും ചെയ്തു. തുടർന്നുള്ള ദിവസങ്ങളിൽ വിജയുടെ കുടുംബവുമായി സംഗീത അടുത്ത ബന്ധം സ്ഥാപിക്കുകയായിരുന്നു. സംഗീതയോടുള്ള വിജയുടെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് എസ്.എ. ചന്ദ്രശേഖറാണ് വിവാഹാലോചനയുമായി മുന്നോട്ട് വന്നത്. അടുത്ത തവണ സംഗീത ചെന്നൈയിൽ വന്നപ്പോൾ വിജയ് വിവാഹം കഴിക്കുവാൻ താല്പര്യമുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുകയായിരുന്നു. സംഗീതയ്ക്ക് മറിച്ചൊരു അഭിപ്രായം ഉണ്ടായിരുന്നില്ല. ലണ്ടനിലുള്ള സംഗീതയുടെ മാതാപിതാക്കളുമായി സംസാരിക്കുകയും ഇരു കുടുംബവും സന്തോഷത്തോടെ വിവാഹത്തിന് സമ്മതിക്കുകയും ചെയ്യുകയായിരുന്നു. ഒരു ആരാധിക എന്നതിലുപരിയായി വിജയുടെ വളർച്ചയിൽ താങ്ങായി നിൽക്കുവാൻ കഴിയുന്ന പെൺകുട്ടിയാണ് സംഗീത എന്ന് അദ്ദേഹത്തിന്റെ അമ്മ ശോഭ വിശ്വസിച്ചിരുന്നു. ഒരു കടുത്ത പ്രണയകാലം എന്നതിലുപരിയായി പരസ്പര ബഹുമാനത്തിൽ അധിഷ്ഠിതമായ ഒരു ബന്ധമായിരുന്നു ഇവരുടേത്. 3 വർഷത്തെ സൗഹൃദത്തിനും പ്രണയത്തിനും ശേഷം 1999 ഓഗസ്റ്റ് 25-നായിരുന്നു ആ വിവാഹം നടന്നത്. ഹിന്ദു ക്രിസ്ത്യൻ ആചാരപ്രകാരമായിരുന്നു ചടങ്ങുകൾ നടന്നത്. വിജയ് ക്രൈസ്തവ വിശ്വാസിയും സംഗീത ഹിന്ദു വിശ്വാസിയുമായതിനാൽ ഇരു മതവിഭാഗങ്ങളുടെയും ആചാരങ്ങളും വിവാഹത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. ചെന്നൈയിൽ വെച്ച് നടന്ന വിവാഹത്തിൽ തെന്നിന്ത്യൻ സിനിമയിലെ പ്രമുഖരെല്ലാം തന്നെ പങ്കെടുത്തിരുന്നു. വിവാഹശേഷം സംഗീത വിജയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കരുത്തായി മാറുകയായിരുന്നു. വിജയ് ഒരു ആഗോള താരമായി മാറിയപ്പോഴും സംഗീത അധികവും മാധ്യമ ശ്രദ്ധയിൽ നിന്ന് വിട്ടുനിൽക്കാനാണ് ഇഷ്ടപ്പെട്ടിരുന്നത്. എങ്കിലും വിജയുടെ സിനിമകളുടെ സെലക്ഷനിലും മറ്റും സംഗീത അഭിപ്രായങ്ങളും വലിയ പങ്ക് വഹിക്കുന്നുണ്ടായിരുന്നു. ഈ ദമ്പതികൾക്ക് സഞ്ജയ് എന്ന മകനും ദിവ്യ സാഷ എന്ന മകളുമുണ്ട്. വേട്ടേക്കാരൻ എന്ന ചിത്രത്തിൽ സഞ്ജയ്, തെറി എന്ന ചിത്രത്തിൽ ദിവ്യയും വിജയ്ക്കൊപ്പം ചെറിയ വേഷങ്ങൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. എന്നാൽ വിജയുടെ മകൻ ജെയ്സൺ സഞ്ജയ് നൽകിയ അഭിമുഖം ഇതിനോടകം ചർച്ചയായി മാറിയിരുന്നു. ജെയ്സനെ കുറിച്ചും വിജയിനെ കുറിച്ചും ഇതുവരെ ഉണ്ടായിരുന്ന പല ധാരണകളും ഇല്ലാതാക്കുന്നതായിരുന്നു ഈ അഭിമുഖം. ഇതിൽ വിജയുടെ മകൻ വിജയെക്കുറിച്ചും പറഞ്ഞ വാക്കുകൾ വെച്ച് സംഗീതയുമായുള്ള പ്രശ്നങ്ങളെല്ലാം വിജയ് ഒത്തുതീർപ്പാക്കിയിരിക്കാം, അതിനാലാകാം മകൻ വിജയനെ കുറിച്ച് അഭിമാനത്തോടെ സംസാരിക്കുന്നത് എന്നുള്ള ചർച്ചകളും വന്നിരുന്നു. അതേസമയം വിജയും ഭാര്യ സംഗീതയും തമ്മിലുള്ള വിവാഹമോചന കേസ് ചൂടുപിടിക്കുന്നതിനിടെയാണ് മകൻ ജെയ്സൺ സഞ്ജയ് തന്റെ സർനെയിമിൽ നിന്ന് വിജയുടെ പേര് നീക്കം ചെയ്തു എന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നത്. ഇൻസ്റ്റഗ്രാമിൽ നിന്ന് അച്ഛനെ അൺഫോളോ ചെയ്തു എന്ന റിപ്പോർട്ടുകളും വന്നിരുന്നു. ഇതോടെ വിജയുടെ മക്കൾ സംഗീതയ്ക്കൊപ്പമാണെന്നും അച്ഛനൊപ്പം അല്ലെന്നുമുള്ള വ്യാഖ്യാനങ്ങളായിരുന്നു വന്നിരുന്നത്. വിജയ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തപ്പോഴും ജെയ്സണോ സഹോദരിയോ ആ ചടങ്ങിന്റെ ഭാഗമായിരുന്നില്ല. ഇതും പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾക്ക് വഴിവെച്ചിരുന്നു.